ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ BCA ന്യൂ കോഴ്സിന്റെ സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് സെഷനാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തേർഡ് സെമ്മും അതുപോലെ തന്നെ ഫോർത്ത് സെമ്മിലെ എൻറ്റയർ ഒരു സിലബസ് ഡീകോഡിംഗ് ആണ്. ഓരോ സബ്ജക്റ്റിന്റെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇയറിൽ കവർ ചെയ്യാന്നുള്ളതായിരിക്കും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഷംഷീറ മാം ആണ്. അപ്പം വെൽക്കം ഓൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ അവൈലബിലിറ്റി ആണ്. ഫസ്റ്റ് വൺ MCS 208 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ആണ്. അപ്പം അതിൽ അവൈലബിൾ ആയിട്ട് ആപ്പിൽ നമുക്ക് കണ്ടന്റിന്റെ അവൈലബിലിറ്റി ആണ് അവൈലബിലിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്രെഡിറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് വീഡിയോ ലെക്ചേഴ്സ്, നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ MCS 207 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ BCS 040 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ MCS 206 ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ. ഓക്കെ, അപ്പം അത് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ BCS 053 വെബ് പ്രോഗ്രാമിംഗ് ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ BCS 041 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്, കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, ഫുള്ളി കണ്ടന്റ് അവൈലബിൾ ആണ്. ഇനി വരുന്നത് നമുക്ക് ലാബ് സെഷൻസ് ആണ്. ഫസ്റ്റ് വൺ MCSL 209 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ ലാബ് ആണ്, പ്രാക്ടിക്കൽ ആണ്. അത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും സപ്പോർട്ട് ഫുള്ളി പ്രൊവൈഡ് ചെയ്യുക. അത് കൂടാതെ നമുക്ക് ലേൺവൈസിൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട്സ് ഒക്കെ ലാബ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ BCSL 135 DBMS ആൻഡ് C++ ലാബ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ C++ന്റെ ലാബാണ്. നെക്സ്റ്റ് വൺ BCL 146 ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ ലാബാണ്, പ്രാക്ടിക്കൽ ആണ് അതിലും വരുന്നത്. നെക്സ്റ്റ് വൺ BCSL 147 വെബ് പ്രോഗ്രാമിംഗ് ലാബാണ്. അതും നമ്മളുടെ ലാബ് ഓറിയന്റഡ് ആയിട്ട് തന്നെ വരുന്ന 4 പേപ്പേഴ്സ്. സെക്കൻഡ് ഇയറിൽ വരുന്ന 4 ലാബ് പേപ്പേഴ്സ് ആണ്. 2 പേപ്പേഴ്സ് തേർഡ് സെമ്മിലും 2 പേപ്പേഴ്സ് ഫോർത്ത് സെമ്മിലായിരിക്കും കവർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് നോക്കാം, ഓരോ സെമസ്റ്റർ വൈസ് സബ്ജക്ട് വൈസ്. സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മളുടെ തേർഡ് സെമ്മിൽ കവർ ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് നോക്കുന്നത്. തേർഡ് സെമ്മിൽ MCS 208 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരിക. നെക്സ്റ്റ് വൺ MCSL 209 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ ലാബിന്റെ തിയറി ഉണ്ട്, പ്രാക്ടിക്കൽസും ഉണ്ട്. നെക്സ്റ്റ് വൺ MCS 207 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS ആണ് വരുന്നത്. Then BCS 131 പ്രോഗ്രാമിംഗ് ഇൻ C++. Then BCSL 135 DBMS-ഉം C++ പ്രോഗ്രാമിംഗ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന 2 ക്രെഡിറ്റ്സിൽ വരുന്ന ഒരു പേപ്പറാണ്. നെക്സ്റ്റ് വൺ BCS 040 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ തേർഡ് സെമ്മിൽ ടോട്ടൽ 20 ക്രെഡിറ്റ്സ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ MCS 206 ഫോർത്ത് സെമ്മിൽ നമ്മൾ കവർ ചെയ്യുന്ന പേപ്പേഴ്സ്. ഫസ്റ്റ് വൺ MCS 206 ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ BCSL 146 ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ, അതിന്റെ ലാബാണ്, തിയറിയും പ്രാക്ടിക്കൽസും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ BCS 053 വെബ് പ്രോഗ്രാമിംഗ് ആണ്. ദെൻ BCSL 147 വെബ് പ്രോഗ്രാമിംഗിന്റെ ലാബ്. നെക്സ്റ്റ് വൺ BCS 041 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. നെക്സ്റ്റ് വൺ BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പം തേർഡ് സെമ്മിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതം, DBMS ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, C++ പ്രോഗ്രാമിംഗ്, അതുകൂടാതെ ഒരു മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്, ആ ഒരു പേപ്പർ, ഇത്രയും കാര്യങ്ങളായിരിക്കും തേർഡ് സെമ്മിൽ മെയിൻ ആയിട്ട് ഫോക്കസ് വരിക. ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ആണ്, അതുപോലെ തന്നെ ജാവയുടെ ലാബ് വരുന്നുണ്ട്, വെബ് പ്രോഗ്രാമിംഗ് ലാബ്.
പിന്നെ തിയറി ഓറിയന്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ഫണ്ടമെന്റൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ആയിരിക്കും 4th സെമ്മിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ഇൻ ഡെപ്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അപ്പം നമുക്കറിയാം ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമ്മൾ റൈറ്റ് ചെയ്യും അല്ലെ. അപ്പം ആ പ്രോഗ്രാം എഴുതുന്നതിന് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനും ലോജിക്ക് കൂടുതൽ കൺവീനിയന്റ് ആവാനും കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ അൽഗോരിതംസ് എഴുതുന്നത്. അപ്പൊ ആ അൽഗോരിതം പഠിക്കുന്ന അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കൂടി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അൽഗോരിതം. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് അപ്ലൈ ചെയ്ത് പ്രോബ്ലത്തിന്റെ കോംപ്ലക്സിറ്റി സിംപ്ലിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതം രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പേപ്പർ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 കവർ ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതംസ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. അപ്പൊ അതില് അൽഗോരിതംസ് അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. അപ്പൊ ഇനിഷ്യലി മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കും, ദെൻ പ്രോസസ് ഓഫ് അനാലിസിസ്, ദെൻ കാൽക്കുലേഷൻ ഓഫ് സ്റ്റോറേജ് കോംപ്ലക്സിറ്റി. ഇപ്പം അൽഗോരിതത്തിൽ നമ്മൾ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് പഠിക്കും. അപ്പൊ അതിന് ഓരോന്നിനും കോംപ്ലക്സിറ്റി ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. കാൽക്കുലേഷൻ ഓഫ് റൺ ടൈം കോംപ്ലക്സിറ്റി. ഇപ്പൊ ഒരു അൽഗോരിതം റൺ ചെയ്യുമ്പോൾ അത് എത്രമാത്രം മെമ്മറി സ്റ്റോറേജ് എടുക്കുന്നു, അതാണ് സ്റ്റോറേജ് റിലേറ്റ് ചെയ്ത് സ്റ്റോറേജ് കോംപ്ലക്സിറ്റി. റൺ ചെയ്യുമ്പോൾ എടുക്കുന്ന ടൈമിന്റെ ബേസിൽ കാൽക്കുലേഷൻ ഓഫ് റൺ ടൈം കോംപ്ലക്സിറ്റി. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാം. യൂണിറ്റ് 2 വരുമ്പം അറേസ്, പോയിന്റേഴ്സ്, സ്ട്രക്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡേറ്റ സ്ട്രക്ചർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് അറേസും പോയിന്റേഴ്സും ഒക്കെ തന്നെ. അപ്പൊ അറേസ് എന്താണ്, പോയിന്റേഴ്സ്, മെട്രിക്സ്, സ്പാസ് മെട്രിക്സ്, സ്ട്രക്ചേഴ്സ്, പോളിനോമിയൽസ്, റെപ്രസെന്റേഷൻ ഓഫ് അറേ, അറേ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, റോ മേജർ. ഇപ്പം നമ്മളുടെ അറേ റെപ്രസെന്റേഷനിൽ വരുന്ന ഡിഫറെന്റ് ടെക്നിക്സ് ആണ് റോ മേജർ റെപ്രസെന്റേഷൻ, കോളം മേജർ റെപ്രസെന്റേഷൻസ്, ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. യൂണിറ്റ് 3 വരുമ്പം ലിസ്റ്റ് ആണ്. ഡേറ്റ സ്ട്രക്ചറിൽ തന്നെ വരുന്ന ലിസ്റ്റ്. ഡേറ്റ സ്ട്രക്ചർ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതിൽ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ലിസ്റ്റ്. അതിൽ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ലിസ്റ്റ്, അറേ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, സർക്കുലർലി ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, സ്കിപ്പ് ലിസ്റ്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പം ഇതിലൊക്കെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പം ഇത് ഓരോന്നും നമ്മൾ എന്താണെന്നുള്ളത് പഠിക്കും. ലിസ്റ്റ് എന്താണ്, അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, ബ്ലോക്ക് 2 വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാക്ക്, ക്യൂ, ട്രീ. ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കും. യൂണിറ്റ് 4 സ്റ്റാക്സ് ആയിരിക്കും കവർ ചെയ്യുക. അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് സ്റ്റാക്ക്, implementation of stack using array, implementation of stack using linked list, arithmetic implementation of multiple stack, അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പം സ്റ്റാക്ക് ഒക്കെ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓർഗനൈസ്ഡ് ഫോമിൽ ഡേറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഡേറ്റയെ പിന്നീട് നമുക്ക് യൂസറിന്റെ കൺവീനിയന്റ് അനുസരിച്ച് ആക്സസ് ചെയ്യാനും ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ പോസിബിൾ ആണ്. അപ്പം ആ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഇപ്പൊ ഇന്ന് ഒരു പെരിഫറൽ ലെവൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 വരുമ്പോൾ ക്യൂ ആയിരിക്കും പഠിക്കുന്നത്. അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ക്യൂ, അതുപോലെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ക്യൂ, അറേ ഇംപ്ലിമെന്റേഷൻ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് മൾട്ടിപ്പിൾ ക്യൂസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് സർക്കുലർ ക്യൂ, അറേ ഇംപ്ലിമെന്റേഷൻ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ സർക്കുലർ ക്യൂ, പ്രയോറിറ്റി ക്യൂ. ദെൻ ക്യൂ പോലെ തന്നെ ഡി ക്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡി ക്യൂ, അറേ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡി ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡി ക്യൂ. ഈ ഏരിയാസ് ഒക്കെ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ സ്റ്റാക്ക് ആയിക്കോട്ടെ, ക്യൂ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി നമ്മൾ കവർ ചെയ്യുന്ന യൂണിറ്റ് 6 വരുമ്പോൾ ട്രീസ് ആണ്. അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ട്രീ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രീ, ട്രീ ട്രാവേഴ്സൽ, ബൈനറി ട്രീ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൈനറി ട്രീ ട്രാവേഴ്സൽ, recursive implementation of binary tree travels, non-recursive implementation of binary tree traversals, അതിന്റെ ആപ്ലിക്കേഷൻസ്.
ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ട്രീ മോഡിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അവിടെ റൂട്ട് നോഡ് കാണും, ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ട്രീസ്. അപ്പൊ അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ ബൈനറി ട്രീ, ട്രാവേഴ്സല്, അതുപോലെ റിക്കേഴ്സീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൈനറി ട്രീ, നോൺ റിക്കേഴ്സീവ്, അങ്ങനെ ഈ ഡിഫറെന്റ് കാറ്റഗറീസ് നമ്മൾ പഠിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഇത്. നെക്സ്റ്റ് വൺ, ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ ബ്ലോക്ക് 3യില് ഗ്രാഫ് അൽഗോരിതം ആൻഡ് സെർച്ചിങ് ടെക്നിക്സ്. അതിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് 6 ട്രീസിനെ പറ്റിയിട്ടാണ് പഠിച്ചെങ്കിൽ യൂണിറ്റ് 7ലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ട്രീസ് ആണ്. അതിൽ ബൈനറി സെർച്ച് ട്രീ വരും, ട്രാവേഴ്സിങ് എ ബൈനറി സെർച്ച് ട്രീ, ആ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കും. ഇൻസേർഷൻ ഓഫ് എ നോഡ് ഇൻ ടു എ ബൈനറി സെർച്ച് ട്രീ, ഡിലീഷൻ ഓഫ് എ നോഡ്, AVL ട്രീസ് പഠിക്കും. ഇൻസേർഷൻ ഓഫ് നോഡ് ഇൻ ടു ആൻ AVL ട്രീ, ഡിലീഷൻ ഓഫ് എ നോഡ് ഫ്രം AVL ട്രീ, AVL ട്രീയുടെ റൊട്ടേഷൻ എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ഓഫ് AVL ട്രീ, ബി ട്രീസ് എന്താണ്. അപ്പൊ ഈ ട്രീ സ്ട്രക്ചറിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻസ് ഓൺ ബി ട്രീ, ആപ്ലിക്കേഷൻ ഓഫ് ബി ട്രീ, സ്പ്ലേ ട്രീസ്, സ്പ്ലേയിങ് സ്റ്റെപ്സ്, സ്പ്ലേയിങ് അൽഗോരിതം, റെഡ് ബ്ലാക്ക് ട്രീസ്, പ്രോപ്പർട്ടീസ് ഓഫ് റെഡ് ബ്ലാക്ക് ട്രീസ്, AA ട്രീസ്. ഇപ്പൊ ട്രീ ഇൻ ഡെപ്തിൽ നമ്മൾ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ ഇൻ ഡെപ്തിൽ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. ഇനിയും യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ ഗ്രാഫ്സ് ആണ്. ഓക്കെ, ഗ്രാഫ്സും ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പം ഡേറ്റ സ്ട്രക്ചറിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുക. ഗ്രാഫിന്റെ ഡെഫിനിഷൻ, ഗ്രാഫ് തന്നെ, ഗ്രാഫിൽ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഗ്രാഫിലെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അൽഗോരിതംസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കൊരു നോഡഡ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിൽ നമുക്കിപ്പോ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കണം, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലൊക്കെയാണ് ഇത് കൂടുതലും ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഗ്രാഫ് സ്ട്രക്ചറിൽ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, ഡിജിസ്ട്രാസ് അൽഗോരിതം, ഗ്രാഫ് വിത്ത് നെഗറ്റീവ് എഡ്ജ് കോസ്റ്റ്, അസൈക്ലിക് ഗ്രാഫ്, ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ, ക്രൂസ്കൽ അൽഗോരിതം, പ്രിംസ് അൽഗോരിതം, അതിന്റെ ആപ്ലിക്കേഷന്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ഫൈൻഡിങ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഇനി യൂണിറ്റ് 9ലേക്ക് വരുമ്പം സെർച്ചിങ് ആൻഡ് സോർട്ടിംഗ് ടെക്നിക്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ആപ്ലിക്കേഷൻ, ഇന്റേണൽ സോർട്ടിംഗ്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ക്വിക്ക് സോർട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ സോർട്ടിംഗ് അൽഗോരിതം ഒക്കെ തന്നെ. 2-way മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, സോർട്ടിംഗ് ഓൺ സെവറൽ കീസ്, എക്സ്റ്റേണൽ സോർട്ടിംഗ് അൽഗോരിതം. ഈ സെർച്ചിങ് ആൻഡ് സോർട്ടിംഗ് ടെക്നിക്കാണ് യൂണിറ്റ് 9ൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണിത്. ഇനി നമ്മൾ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ഫയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ യൂണിറ്റ് 10ൽ ഹാഷിംഗ് ആയിരിക്കും കവർ ചെയ്യുക. അതിന്റെ ഇൻട്രൊഡക്ഷൻ, ഇൻഡെക്സ് മാപ്പിംഗ്, കൊളീഷൻ ഹാൻഡിലിംഗ്, ഡബിൾ ഹാഷിംഗ്, ലോഡ് ഫാക്ടർ ആൻഡ് റീഹാഷിംഗ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി യൂണിറ്റ് 11ൽ അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അതിൽ സ്കേപ്പ് ഗോട്ട് ട്രീസ്, ട്രൈസ്, ബൈനറി ട്രൈസ്, എക്സ്ഫാക്സ് ട്രൈസ്, വൈഫാക്ട് ട്രൈസ്, ഈ ഏരിയാസ് ആയിരിക്കും അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഇനിയും യൂണിറ്റ് 12ൽ ഫയൽ സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ ടെർമിനോളജി, ഫയൽ ഓർഗനൈസേഷൻ, സീക്വൻഷ്യൽ ഫയൽ സ്ട്രക്ചേഴ്സ്, ഓപ്പറേഷൻ, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, ഏരിയ ഓഫ് യൂസ്, ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷൻ, ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻസ്, ഈ ഏരിയാസ് ആണ് കവർ ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിന്റെ ലാബ് ആണ്. ഓക്കെ, അപ്പം അൽഗോരിതംസ് നമ്മളിപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോർട്ടിംഗ് അൽഗോരിതം ആയിക്കോട്ടെ, മെർജിങ് അൽഗോരിതം, ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പം അതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ഇവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 20 പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും, അത് 3 hours വരിക. 10 സെഷൻസ് ഡേറ്റ സ്ട്രക്ചർ പ്രോഗ്രാമിങ്ങും 10 സെഷൻസ് അൽഗോരിതം ഓറിയന്റഡ് ആയിട്ട്, ടോട്ടൽ 20 പ്രാക്ടിക്കൽസ് ആയിരിക്കും, 3 hours ആയിരിക്കും ഓരോന്നിനും വരിക. ഇനി നമുക്ക് ബ്ലോക്ക് 1ൽ നോക്കുവാണ്, ലാബിന്റെ കേസിൽ ബ്ലോക്ക് 1ൽ നോക്കുവാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ലാബിൽ സെഷൻ 1ൽ ഡേറ്റ സ്ട്രക്ചർ ലാബും സെഷൻ 2ൽ അൽഗോരിതം ലാബും ആണ് കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ തിയറിയിൽ പഠിച്ചല്ലോ, ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആയിക്കോട്ടെ, ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതൊക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി നോക്കുന്നത് MCS 207 DBMS, ഓക്കെ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം.
അപ്പൊ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിലാണ് അത് കൂടുതലും യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ ഡേറ്റ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡേറ്റ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ MCS 207 എന്ന് പറയുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 DBMSന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. യൂണിറ്റ് 1 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് പഠിക്കും, അതിന്റെ നീഡ് എന്താണ്, ലോജിക്കൽ DBMS ആർക്കിടെക്ചർ, ഓക്കെ 3 ലെവൽ ആർക്കിടെക്ചർ ഉണ്ട് DBMSൽ, അത് ഏതൊക്കെയാണെന്ന് പഠിക്കും. അതുപോലെ DBMSൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലെവൽസ്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽസ് നമ്മൾ യൂസ് ചെയ്യും. അതിന്റെ ഡേറ്റ ഡിപ്പെൻഡൻസീസ് പഠിക്കും. ഓക്കെ, ഫിസിക്കൽ DBMS സ്ട്രക്ചർ, അതിൽ DBMSന്റെ സ്ട്രക്ചർ, അതിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് വരിക എന്നുള്ളത് പഠിക്കും. DBML പ്രീ കമ്പൈലർ, DBML കമ്പൈലർ, DDL കമ്പൈലർ, ഫയൽ മാനേജർ, ഡേറ്റാബേസ് മാനേജർ, ക്വയറി പ്രോസസർ, ഡേറ്റ അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ ഫയൽ ഇൻഡിസസ്, ഡേറ്റ ഡിക്ഷണറി, ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഡിഫറെന്റ് ഡേറ്റ മോഡൽസ് ആൻഡ് കറന്റ് ട്രെൻഡ്സ്, DBMSൽ യൂസ് ചെയ്യുന്ന മോഡൽസ് ഏതൊക്കെ, ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ, അതുപോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ER മോഡൽ പോലുള്ള. ഓക്കെ, അതിന്റെ കറന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. യൂണിറ്റ് 2 വരുമ്പോൾ റിലേഷണൽ DBMS, ഓക്കെ, ഡേറ്റാബേസ്. അപ്പം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അതിൽ റിലേഷണൽ മോഡൽ എന്താണ്, നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ റോസും കോളംസും ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള, റിലേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ടേബിൾസ് എന്നാണ്. അപ്പൊ ഡേറ്റയെ ടാബുലർ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അപ്പൊ അതിൽ റിലേഷണൽ മോഡൽ എന്താണ്, അതിന്റെ ഡൊമൈൻ, ആട്രിബ്യൂട്ട്, ടപ്പിൾ, റിലേഷൻസ്, സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഇതിൽ വരുന്ന ഓരോരോ കോൺസെപ്റ്റ്സ് ആണ്. ഇത് ഓരോന്നും പഠിക്കും. റിലേഷണൽ കൺസ്ട്രെയിൻസിൽ ഡൊമൈൻ കൺസ്ട്രെയിൻ, കീ കൺസ്ട്രെയിൻ, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ, അപ്ഡേറ്റ് ഓപ്പറേഷൻ, ഡീലിംഗ് വിത്ത് കൺസ്ട്രെയിൻസ്, ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യും. ദെൻ റിലേഷണൽ ഓൾജിബ്രയില് ബേസിക് സെറ്റ് ഓപ്പറേഷൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, റിലേഷണൽ ഓപ്പറേഷൻ, അതിന്റെ എക്സാമ്പിൾസ്, റിലേഷണൽ ഓൾജിബ്ര, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ DBMS എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. യൂണിറ്റ് 3 വരുമ്പം ER മോഡൽസ് ആയിരിക്കും കവർ ചെയ്യുക. ER മോഡൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ, അതിൽ യൂസ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ്, എൻറ്റിറ്റീസ് എന്താണ്, ആട്രിബ്യൂട്ട്സ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, ദെൻ ER ഡയഗ്രാം. ഓക്കെ, എൻഹാൻസ്ഡ് ER ടൂൾസിൽ വരുന്ന സബ് ക്ലാസ്സസ്, സൂപ്പർ ക്ലാസ്സസ്, ഇൻഹെറിറ്റൻസ്, സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷൻ, കൺസ്ട്രെയിൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷൻ, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ER ഡയഗ്രത്തിനെ EER ഡയഗ്രത്തിലേക്ക്, ഡയഗ്രാം ടു ടേബിൾ, എങ്ങനെയാണ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ഈ ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇനി യൂണിറ്റ് 4 വരുമ്പോൾ ഫയൽ ഓർഗനൈസേഷൻ ഇൻ DBMS. ഫയൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് DBMSൽ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിൽ ഫിസിക്കൽ ഡേറ്റാബേസിൽ സ്റ്റോറേജ് ഓഫ് ഡേറ്റാബേസ് ആൻഡ് ഹാർഡ് ഡിസ്ക്, ഫയൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ, ഇൻഡെക്സ്ഡ് ഫയൽ ഓർഗനൈസേഷൻ, ഹാഷ്ഡ് ഫയൽ ഓർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് ഇൻഡിസസ്, ഇൻഡെക്സ് ആൻഡ് ട്രീ സ്ട്രക്ചേഴ്സ്, മൾട്ടി കീ ഫയൽ, ഇമ്പോർട്ടൻസ് ഓഫ് ഫയൽ ഓർഗനൈസേഷൻ ഇൻ DBMS. അപ്പൊ ഫയൽ ഓർഗനൈസേഷൻ DBMSൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുക. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 2, നോർമലൈസേഷൻ ആൻഡ് DBMS ക്വയറീസ്. ഇപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് DBMS എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ ഇന്റഗ്രിറ്റി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് നോർമലൈസേഷൻ, റിലേഷണൽ ഡേറ്റാബേസ് ഇന്റഗ്രിറ്റി, അതിന്റെ കീ, referential integrity, entity integrity, redundancy and associated problem, functional dependency. Then normalization different category വരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റ് നോർമലൈസേഷൻ, സെക്കൻഡ് ഫോം നോർമലൈസേഷൻ, തേർഡ് നോർമൽ ഫോം, ബോയ്സ് കോഡ് നോർമൽ ഫോം,
ഓക്കെ, അപ്പം ഈ ഓരോ കാറ്റഗറി എത്രമാത്രം ഓരോരോ നോർമലൈസേഷൻ സ്റ്റെപ്സ്, നമ്മളിപ്പോൾ ഫസ്റ്റ് നോർമൽ ആണെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് റിഡൻഡൻസി കുറഞ്ഞായിരിക്കും വരിക. അപ്പോൾ ഓരോരോ നോർമൽ ഫോം നമ്മൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ DBMS അത്രമാത്രം ആക്യുറേറ്റും റെലവൻറ്റും ആയിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. നോർമലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് മോർ കൺവീനിയന്റ് ആകും. റിഡൻഡന്റ് ഡേറ്റ ഒക്കെ അവോയ്ഡ് ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ഫോമിലേക്ക് ഓർഗനൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡീകമ്പോസിഷൻ വിത്ത് എക്സാമ്പിൾസ്. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ ഹയർ നോർമൽ ഫോംസ് ആണ്. അതിൽ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി, 4NF, ജോയിന്റ് ഡിപ്പെൻഡൻസി, 5NF, ഇൻട്രൊഡക്ഷൻ ടു അതർ നോർമൽ ഫോം, ഇതൊക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഇനി യൂണിറ്റ് 7 സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, SQL വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്, SQL ഇൻട്രൊഡക്ഷൻ, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, ഗ്രൂപ്പ് ബൈ ആൻഡ് ഹാവിംഗ് ക്ലോസ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് 8 കോംപ്ലക്സ് ക്വയറീസ്, ജോയിൻ, NQ ജോയിൻ, സെൽഫ് ജോയിൻ, ഔട്ടർ ജോയിൻ. ഇപ്പൊ നമ്മൾ SQL ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വയറീസ് പഠിക്കും. ഇപ്പൊ ഡേറ്റാ ബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ക്വറി, ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ക്വറി. അപ്പൊ ഒരു ഇംഗ്ലീഷിലേക്ക് സിൻടാക്സിൽ വരുന്ന ലാംഗ്വേജസ് ആണ് നമ്മുടെ ഡേറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പല ടേബിളുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിനിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സബ് ക്വറീസ് ആൻഡ് കോറിലേഷൻ സബ് ക്വറീസ്, വ്യൂസ്, സീക്വൻസസ്, ഇൻഡിസസ്, സിനോണിംസ്, നെസ്റ്റഡ് ക്വറീസ്, ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമ്മളുടെ യൂണിറ്റ് 9ലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ് ആണ് അസേർഷൻസ് ആൻഡ് വ്യൂ, കഴ്സേഴ്സ്, ട്രിഗേഴ്സ്, സ്റ്റോർഡ് പ്രൊസീജിയർ, എംബഡഡ് SQL, ഡൈനാമിക് SQL, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് SQL ഒന്നുകൂടെ ഡെപ്തിൽ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ, റിക്കവറി ആൻഡ് സെക്യൂരിറ്റി. അതിൽ ഡേറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് ആണ് യൂണിറ്റ് 10 കവർ ചെയ്യുക. ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി, കൺകറന്റ് ട്രാൻസാക്ഷൻ ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലം, ലോക്കിംഗ് പ്രോട്ടോകോൾ. ഇപ്പം എഫക്റ്റീവ് ആയിട്ട് SQL യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെ പെർഫോം ചെയ്യാം, അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, deadlock handling, optimistic concurrency control, timestamp and based protocol, multi-version schema, weak level of consistency, SQL command for transactions. ഇപ്പൊ ട്രാൻസാക്ഷൻ ഇപ്പൊ ബാങ്കിങ് മേഖലകളിലൊക്കെ ആയിക്കോട്ടെ, ട്രാൻസാക്ഷൻ ഓറിയന്റഡ് ആയിട്ട് SQLന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇനി യൂണിറ്റ് 11ലേക്ക് വരുമ്പോൾ ഡേറ്റാബേസ് റിക്കവറി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, ഡേറ്റാബേസ് ഇപ്പം എന്തെങ്കിലും കാരണത്താൽ ലോസ് ആയി പോയ അതിന്റെ റിക്കവറി, സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കും ഇവിടെ കവർ ചെയ്യുന്നത്. റിക്കവറി ആൻഡ് ഓട്ടോമിസിറ്റി, റിക്കവറി വിത്ത് കൺകറന്റ് ട്രാൻസാക്ഷൻ, ചെക്ക് പോയിന്റ്സ്, ബഫർ മാനേജ്മെന്റ്, ലെവൽ ഓഫ് ഡേറ്റാബേസ് സെക്യൂരിറ്റി, ആക്സസ് കൺട്രോൾ, ഓഡിറ്റ് ട്രയൽ ഇൻ ഡേറ്റാബേസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, SQL സപ്പോർട്ട് ഫോർ റിക്കവറി ആൻഡ് സെക്യൂരിറ്റി. ഇനി യൂണിറ്റ് 12ലേക്ക് വരുമ്പോൾ ക്വറി ഇവാലുവേറ്റേഴ്സ്, അതിൽ മെഷർ ഓഫ് ക്വറി കോസ്റ്റ്, സെലക്ഷൻ ഓപ്പറേഷൻ, സോർട്ട് ജോയിൻ ഓപ്പറേഷൻ, അതർ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിലേഷണൽ എക്സ്പ്രഷൻസ്, റോൾ ഓഫ് റിലേഷണൽ algebra in query optimization, estimating statistic of expression, choice of evaluation plan, view and query processing, storage and query optimization. അപ്പൊ ക്വറി ഇവാലുവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മോഡൽ. അതിൽ യൂണിറ്റ് 13 ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റാബേസ് എന്താണ്, യൂണിറ്റ് 14 ഡേറ്റ മൈനിങ് ആൻഡ് ഡേറ്റ വെയർ ഹൗസിംഗ്, യൂണിറ്റ് 15 NoSQL ഡേറ്റാബേസ് ആണ്. SQL പോലെ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ആണ് NoSQL, അത് കവർ ചെയ്യും. യൂണിറ്റ് 16 എമേർജിംഗ് ഡേറ്റാബേസ് മോഡൽസ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് BCS 131 പ്രോഗ്രാമിംഗ് ഇൻ C++. അപ്പം നമ്മുടെ തേർഡ് സെമ്മിൽ കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് പേപ്പർ ആണ് പ്രോഗ്രാമിംഗ് ഇൻ C++. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പം പ്രോഗ്രാമിങ്ങിലൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബേസ് ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് C++. അപ്പം ജാവയൊക്കെ പഠിക്കുന്നതിന് മുന്നേ CPP പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആവും പ്രോഗ്രാമിംഗ്.
അപ്പം ഇതിൽ കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് C++. അതില് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗില് സ്ട്രക്ചേർഡ് വേഴ്സസ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. സ്ട്രക്ചർ ബേസ്ഡ് പ്രോഗ്രാമിംഗ് വരും, C++, ജാവ പോലുള്ള ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ വരും. അതിൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് കവർ ചെയ്യും, അതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജസ് എന്തൊക്കെയാണെന്നുള്ളത് കവർ ചെയ്യും. യൂണിറ്റ് 2 വരുമ്പോൾ ഇൻട്രഡക്ഷൻ ടു C++, അതില് ജെനിസിസ് ഓഫ് C++, സ്ട്രക്ചേഴ്സ് ഓഫ് C++ പ്രോഗ്രാം, ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് C++ പ്രോഗ്രാമിന്റെ. അതുപോലെ തന്നെ CPP നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ലൂപ്പിംഗ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യും, അത് ഏതൊക്കെയാണ്, അത് നമ്മൾ ഇതിൽ കവർ ചെയ്യും. യൂണിറ്റ് 3 വരുമ്പോൾ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റ്? ഓക്കെ, എനിത്തിങ് ഇൻ റിയൽ വേൾഡ് എൻറ്റിറ്റി നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പൊ ക്ലാസ്സിനുള്ളിലായിരിക്കും എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ, ഡെഫിനിഷൻ ക്ലാസ്, ഡിഫൈനിങ് ക്ലാസ്സസ്, എങ്ങനെയാണ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുക, ദെൻ എൻകാപ്സുലേഷൻ എന്താണ്, ഇൻസ്റ്റാൻഷിയേറ്റിംഗ് ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക, മെമ്പർ ഫംഗ്ഷൻ, ആക്സസിബിലിറ്റി ലേബൽ, സ്റ്റാറ്റിക് മെമ്പേഴ്സ്, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 4 വരുമ്പോൾ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡീകൺസ്ട്രക്ടേഴ്സ്. അതിൽ എന്താണ് കൺസ്ട്രക്ടേഴ്സിന്റെ പർപ്പസ്, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണ്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, കോപ്പി കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, മെമ്മറി മാനേജ്മെന്റ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി യൂണിറ്റ് 2 വരുമ്പോൾ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ഇൻ C++. എന്താണ് ഇൻഹെറിറ്റൻസ്, കോൺസെപ്റ്റ് ഓഫ് റീയൂസിബിലിറ്റി യൂണിറ്റ് 1 കവർ ചെയ്യും. ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. യൂണിറ്റ് 2 ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, അതില് ഫംഗ്ഷൻ ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് യൂണറി ആൻഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. യൂണിറ്റ് 3 വരുമ്പോൾ പോളിമോർഫിസം ആൻഡ് വെർച്വൽ ഫംഗ്ഷൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത് ഓരോന്നും. അതിൽ അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്, ഫംഗ്ഷൻ ഓവർ റൈഡിങ്, ഡൈനാമിക് ബൈൻഡിങ്, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് C++. ബ്ലോക്ക് 2 വരെ ബേസ് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ബ്ലോക്ക് 3 വരുമ്പോൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. അതില് യൂണിറ്റ് 1 സ്റ്റീംസ് ആൻഡ് ഫയൽസ്, സ്റ്റീം ക്ലാസസ്, ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫോർമാറ്റിംഗ് ഔട്ട്പുട്ട്, ഫയൽ പോയിന്റേഴ്സ്, ബഫേഴ്സ്, ഈ ഏരിയ ആയിരിക്കും കവർ ചെയ്യുക. നെക്സ്റ്റ് വൺ യൂണിറ്റ് 2 വരുമ്പോൾ ടെംപ്ലേറ്റ് ആൻഡ് STL. അതിൽ ഫംഗ്ഷൻ ആൻഡ് ക്ലാസ് ടെംപ്ലേറ്റ്, യൂസ് ഓഫ് ടെംപ്ലേറ്റ്, സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി. യൂണിറ്റ് 3 എക്സെപ്ഷൻ ഹാൻഡിലിംഗ്, അതായത് നമ്മളുടെ C++ പ്രോഗ്രാമിംഗിൽ വരുന്ന എക്സെപ്ഷൻ മീൻസ് എറേഴ്സ്. ഇപ്പൊ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എറേഴ്സ് വരും. അപ്പൊ ആ എററിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എക്സെപ്ഷൻ ഇൻ C++ പ്രോഗ്രാമിംഗ്. അതിൽ നമ്മൾ എററിനെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രൈ ക്യാച്ച് എക്സ്പ്രഷൻ. നമുക്ക് എറർ വരാൻ ചാൻസ് ഉള്ള കോഡിനെ ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുക. അപ്പം എറർ സിറ്റുവേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും പറ്റും. എക്സെപ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്. ദെൻ യൂണിറ്റ് 4 കേസ് സ്റ്റഡിയാണ്. a case study to implement a real world problem. Okay. ഇനി BCS 040 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് നമ്മളുടെ തേർഡ് സെമ്മിൽ കവർ ചെയ്യുന്ന പേപ്പറാണ്. ബ്ലോക്ക് 1 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ് കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ കളക്ടിങ് ഡേറ്റ, കൈൻഡ് ഓഫ് ഡേറ്റ, frequency distribution of a variable, graphical representation of frequency distribution, summarization of data, measures of central tendency, measures of description and or variability, ഈ ഏരിയ കവർ ചെയ്യും. യൂണിറ്റ് 2 വരുമ്പോൾ പ്രോബബിലിറ്റി കോൺസെപ്റ്റ്, primilarities, trials, sample space, events, algebra of events, probability concepts, probability of an event, probability of component event, conditional probability and independent event. പ്രോബബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് യൂണിറ്റ് 2 കവർ ചെയ്യും. യൂണിറ്റ് 3 വരുമ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ റാൻഡം വേരിയബിള്,
discrete random variable, continuous random variable, binomial distribution, Poisson distribution, uniform distribution, normal distribution, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. ഇനി നമുക്ക് ലാബ് BCS 135 DBMS ആൻഡ് C++ ലാബ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തായിരിക്കും വരിക. 20 പ്രാക്ടിക്കൽ സെഷൻസ്, 10 DBMSഉം 10 C++ഉം ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് C++ലെ കോൺസെപ്റ്റ്സുകൾ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ DBMSലെ കോൺസെപ്റ്റ്സുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള അതാണ് നമ്മളുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഹാഫ് C++ഉം ഹാഫ് DBMS. സെഷൻ 1 DBMSഉം സെഷൻ 2 C++ഉം ആയിരിക്കും കവർ ചെയ്യുന്നത്. അപ്പം C++ല് ഡേറ്റ ടൈപ്പ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ക്ലാസ്, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ കവർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടേഴ്സ്, ഈ ഏരിയാസ് ആയിരിക്കും. ഇൻഹെറിറ്റൻസ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ BCS 040 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അതില് നമ്മളുടെ ബ്ലോക്ക് 2 ഇപ്പൊ ബ്ലോക്ക് 1ന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ബ്ലോക്ക് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആയിരിക്കും. അതിൽ യൂണിറ്റ് 4 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ്, വാട്ട് ഇസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, T ഡിസ്ട്രിബ്യൂഷൻ, CHI സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, F ഡിസ്ട്രിബ്യൂഷൻ. യൂണിറ്റ് 5 വരുമ്പം എസ്റ്റിമേഷൻ ആണ്. പോയിന്റ് എസ്റ്റിമേഷൻ, ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് എസ്റ്റിമേറ്റർ, internal estimation, confidence interval for mean with the non-variance, confidence interval for mean with the non-variance, confidence interval for proportion. ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 6 വരുമ്പോൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. അതിൽ സം ബേസിക് കോൺസെപ്റ്റ്സ്, നമ്മുടെ മീൻ റിലേറ്റ് ചെയ്തിട്ട് മീൻ ഓഫ് 2 പോപ്പുലേഷൻ ടെസ്റ്റ്, about the variance, mean variance, ഈ ഏരിയാസ് ആയിരിക്കും ഇവിടെ കവർ ചെയ്യുക. യൂണിറ്റ് 7 ആപ്ലിക്കേഷൻ ഓഫ് CHI സ്ക്വയർ ഇൻ പ്രോബ്ലം വിത്ത് കാറ്റഗറിക്കൽ ഡേറ്റ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഏരിയാസ് ആയിരിക്കും ഇവിടെ കവർ ചെയ്യുന്നുണ്ടാകും. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ തന്നെ ബ്ലോക്ക് 3 അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. യൂണിറ്റ് 8 അനാലിസിസ് ഓഫ് വേരിയൻസ്, വൺ വേ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ അനാലിസിസ് ഓഫ് വേരിയൻസ്, ബേസിക് കോൺസെപ്റ്റ്സ്, സോഴ്സ് ഓഫ് വേരിയൻസ്, വൺ വേ ക്ലാസിഫിക്കേഷൻ മോഡൽ ഫോർ വൺ വേ ക്ലാസിഫിക്കേഷൻ, ടെസ്റ്റ് പ്രൊസീജിയർ, സം ഓഫ് സ്ക്വയർ, പ്രിപ്പറേഷൻ ഓഫ് അനോവേ ടേബിൾ, പെയർ വൈസ് കമ്പാരിസൺ, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. അതുപോലെ അൺബാലൻസ്ഡ് ഡേറ്റ, റാൻഡം എഫേർട്ട് മോഡലും കവർ ചെയ്യും. യൂണിറ്റ് 9 വരുമ്പോൾ റിഗ്രഷൻ അനാലിസിസ് ആണ്. അതിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, മെഷർ ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 10 ഫോർകാസ്റ്റിംഗ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ്. അതിൽ എന്താണ് ഫോർകാസ്റ്റിംഗ്, ടൈം സീരീസ്, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഫോർകാസ്റ്റിംഗ് മോഡൽസ് എന്തൊക്കെയാണ്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. ഇനി യൂണിറ്റ് 11 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. എന്താണ് ക്വാളിറ്റി, നേച്ചർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ, കോൺസെപ്റ്റ് ഓഫ് വേരിയേഷൻ, കൺട്രോൾ ചാർട്ട്, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 വരുമ്പം സാമ്പിളിംഗ് ആണ്. യൂണിറ്റ് 12 സാമ്പിൾ, റാൻഡം സാമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് കവർ ചെയ്യും. യൂണിറ്റ് 13 സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ, അത് ഇൻഡെപ്തിൽ പഠിക്കും. അതിന്റെ അഡ്വാൻറ്റേജസ്, സാമ്പിൾ സൈസിന്റെ അലോക്കേഷൻ, കൺസ്ട്രക്ഷൻ ഒക്കെ പഠിക്കും. യൂണിറ്റ് 14 ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അതിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്, അതിന്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് വരിക, ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് മീൻ ഇൻ 2 സ്റ്റേജ് സാമ്പിളിംഗ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ MCS 206 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ. നമുക്കറിയാം നമ്മളിപ്പം കറന്റ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ഇപ്പൊ വെബ് ഡെവലപ്മെന്റിനായിക്കോട്ടെ, വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ.
ഇതിൽ ബ്ലോക്ക് 1 ജാവയില് ജാവയുടെ ഫണ്ടമെന്റൽസ് ആയിരിക്കും കവർ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ്, CPP പോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ ഫീച്ചേഴ്സ്, ജാവയുടെ ഫീച്ചേഴ്സ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ്. ഊപ്സ് കോൺസെപ്റ്റ്സ് പഠിക്കും. റോബസ്റ്റ്നെസ്, മൾട്ടി ത്രെഡിങ്, നെറ്റ്വർക്കിംഗ്, അതിൽ JDK, JRE, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ, ജാവ വെർച്വൽ മെഷീൻ, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കും. അതുപോലെ എൻവയോൺമെന്റ് സെറ്റ് ഫോർ ജാവ ഡെവലപ്മെന്റ്, അതും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. യൂണിറ്റ് 2 ബേസിക്സ് ഓഫ് ജാവ, അതിൽ ഡേറ്റ ടൈപ്പ്, യൂണിക്കോഡ്, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, സ്റ്റേറ്റ്മെന്റ്സ് ഓർ എക്സ്പ്രഷൻ, എക്സാമ്പിൾ പ്രോഗ്രാം വിത്ത് യൂസ് ഓഫ് സ്കാനർ, ക്ലാസ്, ഈ ഏരിയ കവർ ചെയ്യും. യൂണിറ്റ് 3 ഡിസിഷൻസ് ആൻഡ് ലൂപ്സ്, അതിൽ അറേ, ഡിസിഷൻ കോൺസ്ട്രക്ട്സ്, ലൂപ്പ് കൺസ്ട്രക്ട്സ്, ഇതൊക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി യൂണിറ്റ് 4 ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്, അതിൽ ക്ലാസ് ഫണ്ടമെന്റൽസ്, ഡിക്ലറിംഗ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ ലൈഫ്, എൻകാപ്സുലേഷൻ, ആക്സസ് മോഡിഫയർ, സ്പെസിഫയർ, കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ, ഗാർബേജ് കളക്ഷൻ, ഫൈനലൈസ് ഓഫ് മെത്തേഡ്, ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യും. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആൻഡ് പാക്കേജ്. ഇൻഹെറിറ്റൻസ്, ബേസിക്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അഡ്വാൻറ്റേജ് ഓഫ് ഇൻഹെറിറ്റൻസ്, മെമ്പർ ആക്സസ് ആൻഡ് inheritance, type of inheritance, use of super keyword, creating multi-level class hierarchy, demonstration order of constructors, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ യൂണിറ്റ് 2 പോളിമോർഫിസം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ജാവയുടെ പോളിമോർഫിസം. അതിന്റെ ഇൻട്രഡക്ഷൻ, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പോളിമോർഫിസത്തിന്റെ, ടൈപ്പ് ഓഫ് പോളിമോർഫിസം, അതുപോലെ മെത്തേഡ് ഓവർലോഡിംഗ്, മെത്തേഡ് ഓവർ റൈഡിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇവയൊക്കെ തന്നെ. ദെൻ അബ്സ്ട്രാക്ട് ക്ലാസ്, ആപ്ലിക്കേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണിത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 3 വരുമ്പോൾ അസേർഷൻ ആൻഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, അസേർഷൻ ആൻഡ് ഇറ്റ്സ് യൂസ്, ഫണ്ടമെന്റൽസ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, നമ്മൾ C++ൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പഠിച്ചു, അതുപോലെ ജാവയിലും ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എക്സെപ്ഷൻ, ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ ജാവ, മൾട്ടിപ്പിൾ ക്യാച്ച് ക്ലോസസ്, ത്രോസ്, ഫൈനലി ജാവ ബിൽറ്റ് ഇൻ എക്സ്പ്രഷൻ, ക്രിയേറ്റിംഗ് ഓൺ എക്സെപ്ഷൻ സബ് ക്ലാസസ്, ഈ ഏരിയസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 4 വരുമ്പോൾ പാക്കേജസ് ആൻഡ് ഇന്റർഫേസസ്, പാക്കേജ്, ആക്സസ് റൂൾ ഇൻ പാക്കേജ്, finding package and class path, creating own package, importing package, basics of interface in Java, defining, implementing and applying interface, default interface method, issues of multiple interface, use of static methods in interface. In block 3 multi-threading and IO. Multi-threading എന്താണ്? Java thread model, creating threads in Java, implementing runnable interface, extending threads class, thread lifecycle, creating multiple threads, using alive and join, thread in the priority, synchronization, inter-thread communication, suspending, resuming and stopping thread, obtaining a thread state. ഈ ഏരിയാസ് ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 2 നമ്പേഴ്സ് ആൻഡ് സ്ട്രിങ്, അതിൽ സ്ട്രിങ് ബഫർ, സ്ട്രിങ് ബിൽഡർ, number class and its methods, string class and its methods, string builder class and its methods, string buffer class and its methods ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 3 വരുമ്പോൾ IO stream, അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻപുട്ട് ഔട്ട്പുട്ട്, ക്ലാസസ് ആൻഡ് ഇന്റർഫേസ്, ഫയൽ ക്ലാസസ് ആൻഡ് ഇറ്റ്സ് മെത്തേഡ്, the auto clonable flushable interface IO exception, introduction to stream classes, byte string class, character string class, clonable class, synchronization, ഇത്ര ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. യൂണിറ്റ് 4 ജാവ API, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ് ആൻഡ് ടൈം, സെറ്റ്, മാപ്പ്, ഹാഷ് മാപ്പ്, സ്റ്റാക്ക്, വെക്ടർ, ലിസ്റ്റ്, ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. ഇനി ബ്ലോക്ക് 4 വരുമ്പം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആൻഡ് ജാവ കണക്ടിവിറ്റി. ഓക്കെ, ഒരു വെബ് ഡെവലപ്മെന്റിന്റെ മേഖലയിലേക്ക് പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ വരിക. ഇൻട്രൊഡക്ഷൻ ടു GUI ഇൻ ജാവ, ഇൻട്രൊഡക്ഷൻ ടു AWT, സ്വിംഗ്, ജാവ FX, ഫീച്ചേഴ്സ് ഓഫ് ജാവ FX, യൂസർ ഇന്റർഫേസ്, കമ്പോണൻസ് ഓഫ് ജാവ FX, വർക്ക് വിത്ത് ലേഔട്ട്, ആഡ് ടെക്സ്റ്റ്, ആഡ് HTML കണ്ടന്റ്. വെബുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ യൂണിറ്റ് 2 വരുമ്പോൾ വർക്കിംഗ് വിത്ത് UI കൺട്രോൾ,
യൂസർ ഇന്റർഫേസ് കൺട്രോൾ, അതിൽ CSS, FXML, ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, ആനിമേഷൻ, മീഡിയ ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള. യൂണിറ്റ് 3 JDBC, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജാവ പ്രോഗ്രാമിംഗ് ഡേറ്റാബേസുമായിട്ടുള്ള കണക്ടിവിറ്റി, അതിന്റെ ഇൻട്രൊഡക്ഷൻ. JDBC ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഡേറ്റാബേസ് കണക്ഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെ, ഡ്രൈവർ മാനേജർ ക്ലാസ്, JDBC സ്റ്റേറ്റ്മെന്റ് ഇന്റർഫേസ്, പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്, കോളബിൾ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ടാവും. യൂണിറ്റ് 4 JDBC പാർട്ട് 2 ആണ്. JDBCയുടെ റിസൾട്ട് സെറ്റ് ഇന്റർഫേസ്, ട്രാൻസാക്ഷൻ, ബാച്ച് പ്രോസസിംഗ്, റോ സെറ്റ് ഇന്റർഫേസ്, അതുപോലെ JDO. ഇനി ലാബ്, ജാവയുടെ ലാബ് വരുമ്പോൾ നമുക്ക് 10 സെഷൻസ് 3 hours ആയിരിക്കും ജാവ പ്രോഗ്രാമിന് എക്സാമിന് വരിക. കംപ്ലീറ്റ്ലി ജാവ പ്രോഗ്രാംസ് ആയിരിക്കും കവർ ചെയ്യുക. അതിൽ യൂസ് XHTML ടാഗ് ടു ക്രിയേറ്റ് സിമ്പിൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാണ്. ഫോർമാറ്റ് സിമ്പിൾ വെബ് പേജസ് യൂസിങ് കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്, CSS യൂസ് ചെയ്ത് വെബ് പേജുകൾ പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ് ദ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ടു വെബ് പ്രോഗ്രാമിംഗ്, ദെൻ ക്രിയേറ്റിംഗ് ഇന്ററാക്റ്റീവ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ് യൂസിങ് JavaScript. Then represent data over the web using XML. Appreciate the use of Ajax and rich internet applications and perform server-side scripting using JSP. ഇനി വെബ് പ്രോഗ്രാമിംഗില് ക്ലയന്റ് സൈഡില് BCS 053 വെബ് പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. ഇപ്പൊ വെബ് പ്രോഗ്രാമിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് HTML, CSS ഇതൊക്കെ ആയിരിക്കും കവർ ചെയ്യുക. വെബ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്ലോക്ക് 1 ക്ലയന്റ് സൈഡില്, യൂണിറ്റ് 1 വെബ് 2.0 XHTML, അതെന്താണ്, അതിന്റെ കോൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള HTML, അതിന്റെ സിൻടാക്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. ദെൻ XHTML കവർ ചെയ്യും. യൂണിറ്റ് 2 കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതിൽ CSS എങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. വെബ് പേജ് കൂടുതൽ അട്രാക്റ്റീവും ഇൻട്രസ്റ്റിംഗും ആക്കാൻ വേണ്ടിയിട്ട്. യൂണിറ്റ് 3 വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു XML ആണ്. എന്താണ് XML, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, XML സ്കീമ എന്താണ്, ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 4 പ്രോഗ്രാമിംഗ് വിത്ത് JavaScript, DOM ആൻഡ് ഇവന്റ്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ, എലമെന്റ്സ് ആക്സസ് ഇൻ JavaScript ഒക്കെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. DOM കളക്ഷൻ സ്റ്റൈൽസ്, ദെൻ അജാക്സ് കവർ ചെയ്യും. യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു WAMP ആൻഡ് WML, WAMP WMLന്റെ ബേസിക്സ്, ഫോർമാറ്റിംഗ് ആൻഡ് ലിങ്ക്, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതിൽ HTML മെത്തേഡ്സ്, നമ്മൾ സർവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ഗെറ്റ്, പോസ്റ്റ്, ഹെഡ് പോലുള്ള മെത്തേഡ്സ് ഒക്കെ കവർ ചെയ്യും. യൂണിറ്റ് 2 വരുമ്പോൾ JSPയുടെ ബേസിക്സ് ആണ്. JSP ലൈഫ് സൈക്കിൾ, JSP ഡിറക്റ്റീവ്സ്, എലമെന്റ്സ് കവർ ചെയ്യുന്നുണ്ടാവും. ഇനി യൂണിറ്റ് 3 JSPയുടെ ആപ്ലിക്കേഷൻ, ജാവ റിലേറ്റ് ചെയ്തിട്ട് JSPയിൽ വരുന്ന അതിന്റെ ആപ്ലിക്കേഷൻ, ഇതിൽ കുക്കീസ്, സെഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ജാവ സെർവർ സൈഡ് പ്രോഗ്രാമിംഗിൽ JSPയുടെ ആപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, വാട്ട് ഈസ് JDBC, ഡേറ്റാബേസ് കണക്ടിവിറ്റി ആണ് JDBC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി അതെങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കവർ ചെയ്യും. ഇനി വെബ് പ്രോഗ്രാമിംഗിന്റെ ലാബില് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന സെഷൻ 1 വെബ് 2.0 ആൻഡ് ക്രിയേറ്റിംഗ് എ പേജ് യൂസിങ് XHTML യൂസ് ചെയ്തൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക. സെഷൻ 2 ക്രിയേറ്റിംഗ് സ്റ്റൈൽ ഷീറ്റ് ഫോർ വെബ് പേജ് ക്രിയേറ്റിംഗ് ഇൻ സെഷൻ 3 ക്രിയേറ്റിംഗ് സാമ്പിൾ XML ഡോക്യുമെന്റ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. സെഷൻ 4 WML ആണ്. സെഷൻ 5 and 6 using and writing JavaScript in web pages including event and Ajax. Unit 7 and 8 using JSP ആണ്. Unit 9 and 10 writing simple application using JSP and JDBC deploy. ഇനി നമ്മൾ നോക്കുന്നത് BCS 041 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വളരെ ഇന്റഗ്രൽ പാർട്ടാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 1 കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ്, മോഡൽസ് ഒക്കെ കവർ ചെയ്യും. ഓക്കെ. ദെൻ യൂണിറ്റ് 2
മോഡുലേഷൻ ആൻഡ് എൻകോഡിങ്. അതിൽ അനലോഗ് മോഡുലേഷൻ ഉണ്ട്, ഡിജിറ്റൽ മോഡുലേഷൻ ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഓരോരോ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കും. യൂണിറ്റ് 3 മൾട്ടിപ്ലക്സിങ് ആൻഡ് സ്വിച്ചിങ്. ഇതിൽ FDM, TDM, SDM കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ മീഡിയംസ്. അതിൽ ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്മിഷൻ, സീരിയൽ ആൻഡ് പാരലൽ ട്രാൻസ്മിഷൻ, ഈ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്ന ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, കണക്ടേഴ്സ്, ഇതൊക്കെ പഠിക്കുന്നുണ്ടാവും. ബ്ലോക്ക് 2 നെറ്റ്വർക്ക്സ് ആൻഡ് ഡിവൈസസ്. അതിൽ നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടോപ്പോളജി. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലാൻ ടോപ്പോളജി, മാൻ, വാൻ, ഇതുപോലുള്ള ടോപ്പോളജീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയാസ് ഒക്കെ തന്നെ. ദെൻ OSI ആൻഡ് TCP/IP മോഡൽ. നെറ്റ്വർക്കിന് യൂസ് ചെയ്യുന്ന ഡേറ്റ മോഡൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മോഡൽസ് ആണ് TCP/IP ആൻഡ് OSI മോഡൽസ് എന്ന് പറയുന്നത്. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. ഇപ്പം TCP/IP മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ലെയേഴ്സ് ആണ് ഫിസിക്കലും ഡേറ്റ ലിങ്ക് ലെയറും. ഈ 2 ബേസ് ലെവലിൽ വരുന്ന ഈ 2 ലെയറിനെ ഇൻ ഡെപ്ത് നമുക്കിവിടെ കവർ ചെയ്യുന്നുണ്ട്. അതിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ, CRC, ഫ്രെയിമിംഗ്, റീട്രാൻസ്മിഷൻ സ്ട്രാറ്റജി, മൾട്ടി ആക്സസ് കമ്മ്യൂണിക്കേഷൻ, CSMA/CD, ഈതർനെറ്റ്, അഡ്രസ്സിംഗ്, ARP, RARP ഒക്കെ കവർ ചെയ്യും. യൂണിറ്റ് 4 ഇന്റർനെറ്റ് വർക്കിംഗ് ഡിവൈസസ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന NIC, മോഡം, റിപ്പീറ്റേഴ്സ്, ഹബ്ബ്, ബ്രിഡ്ജ്, സ്വിച്ച്, ഗേറ്റ് വേ ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക. ഇനി ബ്ലോക്ക് 3 നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ആണ് കവർ ചെയ്യുന്നത്. അതിൽ നെറ്റ്വർക്ക് ലെയർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ്. TCP/IP മോഡലിൽ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 5 ലെയേഴ്സ് വരുന്നുണ്ട്. ബേസ് ലെവൽ, ഫിസിക്കൽ ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലായിട്ട് ഓരോരോ ലെയേഴ്സ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 നെറ്റ്വർക്ക് ലെയർ ആണ് പഠിക്കുന്നത്. അതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ്വർക്ക് ലെയർ നമ്മൾ അവിടെ പഠിക്കും. യൂണിറ്റ് 2 വരുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സിങ്, മൾട്ടിപ്ലക്സിങ്, ഫ്ലോ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക. ക്വാളിറ്റി ഓഫ് സർവീസ്. ദെൻ യൂണിറ്റ് 3 ആപ്ലിക്കേഷൻ ലെയർ ആണ്. അതിൽ DNS, റിമോട്ട് ലോഗിങ്, ഫയൽ ട്രാൻസ്ഫർ ഒക്കെ ആയിരിക്കും കവർ ചെയ്യുക. നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ആണ് യൂണിറ്റ് 4. ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ ലൈക്ക് ഇമെയിൽ, ചാറ്റിംഗ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, റെയിൽ റിസർവേഷൻ, ഇൻഫർമേഷൻ ഷെയറിങ്, ഗവേണൻസ്, ഓൺലൈൻ പ്രോസസ്സിംഗ് ആൻഡ് കൊളാബറേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ഇനി ബ്ലോക്ക് 4 നെറ്റ്വർക്ക് ഡിസൈൻ ആൻഡ് സെക്യൂരിറ്റി. എങ്ങനെയാണ് ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക, ആ കാര്യങ്ങളാണ് യൂണിറ്റ് 1. യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. അതിൽ നമ്മൾ IPv4, IPv6, ISP ഈ ടേംസ് കവർ ചെയ്യും. യൂണിറ്റ് 3 ഇൻട്രൊഡക്ഷൻ ടു വയർലെസ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്. അതിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മോഡേൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏരിയാസ് ആണ് കവർ ചെയ്യുക. യൂണിറ്റ് 4 നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സർവീസസ്, ഒത്തന്റിക്കേഷൻ, പ്രൈവസി, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കവർ ചെയ്യുക. ഇത് കൂടാതെ ക്രിപ്റ്റോഗ്രഫി, RSA, MD5, DES, ബിഗിനർ ലെവലിൽ ഈ ഏരിയാസ് കവർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റ് വരുന്ന BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതിൽ ബ്ലോക്ക് 1 തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. യൂണിറ്റ് 2 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് റെഗുലേഷൻ. യൂണിറ്റ് 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. യൂണിറ്റ് 4 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ബ്ലോക്ക് 2 അക്കൗണ്ടിങ് പ്രോസസ് ആണ്. അതിൽ യൂണിറ്റ് 5 ജേർണലും ലെഡ്ജറും. യൂണിറ്റ് 6 സബ്സിഡറി ബുക്സ്. യൂണിറ്റ് 7 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ബ്ലോക്ക് 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ യൂണിറ്റ് 8 ഡിപ്രിസിയേഷൻ. യൂണിറ്റ് 9 ഫൈനൽ അക്കൗണ്ട്. യൂണിറ്റ് 10 ഫൈനൽ അക്കൗണ്ട്സ് 2. ഇനി ബ്ലോക്ക് 4 ഹയർ പർച്ചേസ് ആൻഡ് ഇൻലാൻഡ് ബ്രാഞ്ചസ്. അതിൽ ഹയർ പർച്ചേസ് 1, യൂണിറ്റ് 11 യൂണിറ്റ് 12 ഹയർ പർച്ചേസ് 2, യൂണിറ്റ് 13 14 ബ്രാഞ്ച് അക്കൗണ്ട്സ് 1 and 2 ആണ് കവർ ചെയ്യുക. ബ്ലോക്ക് 5 കൺസ്റ്റിഗ്യുമെന്റ്സ് ആൻഡ് ജോയിന്റ് വെൻഡേഴ്സിൽ
കൺസിഗ്യുമെന്റ്സ് 1, 2, യൂണിറ്റ് 15, 16 ആയിട്ട് കവർ ചെയ്യും. ദെൻ ജോയിന്റ് വെഞ്ചേഴ്സ് എന്താണെന്നാണ് പഠിക്കാനുള്ള യൂണിറ്റ് 17. ദെൻ ബ്ലോക്ക് 6 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതിൽ യൂണിറ്റ് 8 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് കമ്പനി, യൂണിറ്റ് 19 ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്, യൂണിറ്റ് 20 വെഞ്ചർ എൻട്രീസ് ആൻഡ് ഇൻവോയ്സിങ്, യൂണിറ്റ് 21 പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആണ് കവർ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യുന്ന സെമസ്റ്റർ 3 and 4 കവർ ചെയ്യുന്ന പേപ്പേഴ്സിന്റെ നമ്മളൊരു ബേസ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം അസൈൻമെന്റ് സബ്മിഷനും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാം, ഇത് രണ്ടും നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമുക്ക് കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ അസൈൻമെന്റ് സബ്മിഷനും അതുപോലെ ടേം ആൻഡ് എക്സാമും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം കംപ്ലീഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷംഷീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. ഓക്കെ, സോ മാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പേഴ്സിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ അക്കാദമിക് ജേണിയിൽ നിങ്ങൾക്ക് പേപ്പർ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസും. സോ അസൈൻമെന്റിന്റെയും എക്സാമിനേഷൻസിന്റെയും ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേപ്പറാണ് ഒരു സെമ്മിൽ കവർ ചെയ്യുന്നത് അത്രയും തന്നെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് ഉണ്ട്. സോ നിങ്ങളിപ്പം ജൂലൈ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജൂലൈ ഒരു 2 months ബിഫോർ ആണ് നമുക്ക് അസൈൻമെന്റിന് ഡേറ്റ് കൊടുക്കാറുള്ളത്. സോ ഇപ്പൊ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ലോ ലെവലിൽ സ്കൂൾ ലെവലിലൊക്കെ പറയുന്ന പോലെ ഒരു പേപ്പറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്തിരുന്നതല്ല നമ്മുടെ അസൈൻമെന്റ്. യൂണിവേഴ്സിറ്റി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. സോ അതിന്റെ ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഹാൻഡ് റിട്ടൺ കോപ്പിയാണ് നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള IGNOU സ്റ്റഡി സെന്ററിൽ പോയിട്ട് ഈ ഹാൻഡ് റിട്ടൺ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് അതിൻ്റെതായ ഫോമാറ്റ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ സ്റ്റഡി സെന്ററിൽ പോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്കൊരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസീറ്റ് തരും, അത് കീപ്പ് ചെയ്യുക. അതുപോലെ ബെറ്റർ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റഡ് കോപ്പി, ഓരോ അസൈൻമെന്റിന്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് കോപ്പി നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഫോർ എ ഫ്യൂച്ചർ റെക്കോർഡ്. ഓക്കെ, സോ നമുക്ക് അതിനുശേഷം നമ്മുടെ ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ് നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് കറക്റ്റ് ചെയ്ത അസൈൻമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. ഈ അസൈൻമെന്റിനെ നമ്മൾ പറയുന്നത് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്നാണ്. സോ അസൈൻമെന്റിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് മിനിമം 35% ആണ്. സോ 35% സ്കോർ ചെയ്താലാണ് നമുക്ക് അസൈൻമെന്റിന് സക്സസ്ഫുൾ ആയി ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇൻ കേസ് നമുക്കിപ്പം ഒരു സെമ്മിന് നമുക്ക് ആ ടൈം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. പക്ഷേ നെക്സ്റ്റ് സൈക്കിളിൽ റിലീസ് ചെയ്യുന്ന പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അപ്പം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യന് 1 year ആണ് വാലിഡിറ്റി പറയുന്നത്. സോ ഇൻ കേസ് 1 year കഴിഞ്ഞാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി പറയാനുള്ളത് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചാണ്. അസൈൻമെന്റ് പോലെ തന്നെ ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. സോ ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് IGNOUടെ സൈക്കിൾ എന്ന് പറയുന്നത് ജൂൺ ആൻഡ് ഡിസംബർ ആണ്. സോ നിങ്ങൾ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് നമുക്ക് ഡിസംബറിലായിരിക്കും ഒരു ഫസ്റ്റ് സെം എക്സാം വരുന്നുണ്ടാവുക. സോ നമ്മൾ അസൈൻമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. സോ നമുക്ക് അറൌണ്ട് ജൂൺ എക്സാമിന് ഒരു 31st മാർച്ചോട് കൂടി നമുക്ക് ഡേറ്റ് അലോട്ട് ചെയ്ത് തരുന്നുണ്ടാവും. സോ ആ ഒരു ഡേറ്റിനുള്ളിൽ നമ്മൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യണം. ഇതല്ലാതെ നമുക്ക് പ്രാക്ടിക്കലിനുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസും ഉണ്ട്. സ്റ്റഡി സെന്റേഴ്സ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കലുള്ള എക്സാമിനേഷൻസും അതുപോലെ വൈവയും ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റഡി സെന്റേഴ്സിലാണ്. സോ അതിനുശേഷം നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. മിനിമം ഓഫ് 35% സ്കോർ ചെയ്താലാണ് നമ്മൾ ഒരു പേപ്പറിന് പാസ് ആവുന്നത്. 35% ആണ് നിങ്ങളുടെ കോഴ്സിന് പാസ് മാർക്ക് വരുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ 35% സ്കോർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരിക്കൽ കൂടെ ആ പേപ്പർ ഒരു പ്രാവശ്യം കൂടി എഴുതേണ്ടി വരും. സോ മിനിമം നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി പറയുന്നത് 5 years ആണ്. 5 yearsനുള്ളിൽ നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആവുള്ളൂ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അസൈൻമെന്റിനെയും ഈ ടേം ആൻഡ് എക്സാമിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നത് 30% ആണ് വെയിറ്റേജ്. ടേം ആൻഡ് എക്സാമിനേഷന് 70% ആണ്, അസൈൻമെന്റിന് 30% ആണ്. ജനറലി അങ്ങനെയാണ്. ചില പേപ്പേഴ്സിന് അങ്ങോട്ട് വെയിറ്റേജ് മാറാറുണ്ട്. സോ എങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. ഇനി മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് നമുക്ക് ലേൺവൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഓഫേഴ്സ് നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത്. സോ അതിന് നമുക്കുള്ള ഫെസിലിറ്റീസ് ആണ് കോർ ലേണിംഗ് റിസോഴ്സസ്.
ഒന്ന് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ആപ്പിനകത്ത് നിങ്ങളുടെ ഫെമിലിയർ ആണ്. സോ നിങ്ങൾക്ക് അറിയാം ഓരോ പേപ്പറിനും നമുക്ക് റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സാം PD ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. ഈ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡിലൊക്കെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കാറുണ്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്. നമുക്ക് അസൈൻമെന്റ് സബ്മിഷന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ബുക്ക് പോലെ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് റിലീസ് ചെയ്യാറുണ്ട്. ഇനി മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ നമുക്ക് ആപ്പിനകത്ത് അവൈലബിൾ അല്ലാതെ നമുക്ക് എന്തൊക്കെയാണ് ലേൺവൈസ് തരുന്ന സപ്പോർട്ട്? അതിലൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ്. പ്രീവിയസ് മിനിമം ഒരു 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. അതല്ലാതെ IGNOU മോഡൽ എക്സാംസ്. IGNOU പറയുന്നതിന് സിലബസ് അനുസരിച്ചുള്ള മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക്. നമുക്ക് എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ലാംഗ്വേജ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ കരിയറിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണിത്. കോ കരിക്കുലർ ഇവന്റ്സ്. നമ്മൾ ഓൾറെഡി നമുക്ക് ഓണം സെലിബ്രേഷൻ അങ്ങനെയുള്ള ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ് ഡേ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഇവന്റ്സ് നമ്മളോട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് അത് നമ്മൾ ലേൺവൈസിൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ചും ലേൺവൈസ് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനെ കുറിച്ചും പറയാനുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ പേപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. അതിന്റെ കൂടെ എക്സാംസ് അസൈൻമെന്റ് ഇതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എക്സ്ട്രാ നിങ്ങൾക്ക് ലേൺവൈസ് തരുന്ന സപ്പോർട്ടിനെ കുറിച്ച് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. താങ്ക് യു ഓൾ.